എല്ലാ മാസത്തിലെ തിരുവാതിര നാളിൽ നടത്തിവരുന്ന സംഗീത ആരാധന ഇന്ന് ഈ തിരുവാതിര നാളിൽ ഈ പുണ്യ ദിനത്തിൽ സംഗീത കലാമണ്ഡപത്തിൽ സംഗീതാർച്ചനയുമായി എത്തിയിരിക്കുന്നത് സങ്കീർത്തന ഭജന മണ്ഡലിയിലെ അനുഗ്രഹീതരായ കലാകാരന്മാരും കലാകാരികളുമാണ്. ഉടനെ തന്നെ സങ്കീർത്തന ഭജന മണ്ഡലിയുടെ ഭജൻസ് ഭജനാമൃതം എന്ന പ്രോഗ്രാം സ്റ്റേജിൽ തുടങ്ങുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഓഡിറ്റോറിയത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഭജനാമൃതത്തിൽ പങ്കെടുക്കുന്ന കലാകാരികൾ സർവശ്രീ അനുരാധ, ഗിരിജ കമ്മത്ത്, ഉഷ രാജൻ, ഗീതാകുമാരി, സുധ, സരോജം, ബീന ഉണ്ണി, ആശ, ഗീത സുഭാഷ്, ശ്രീദേവി എന്നീ അനുഗ്രഹീതരായ കലാകാരികളാണ്. പക്കമേളമൊരുക്കുന്നത് ഹാർമോണിയം ശ്രീ ബ്രിട്ടോ മാസ്റ്റർ, മൃദംഗം ശ്രീ വൈക്കം ഷൈൻ കുമാർ. സങ്കീർത്തന ഭജന മണ്ഡലിയുടെ ഭജനാമൃതം എന്ന പ്രോഗ്രാം ഉടനെ തന്നെ ആരംഭിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളെയും ഈ സംഗീത കലാമണ്ഡപത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓം നമഃ ശിവായ. ഈ സായം സന്ധ്യാവേളയിൽ പുണ്യപുരാതനമായ ഈ ഭഗവത് സന്നിധിയിൽ ഞങ്ങളുടെ സംഗീത സപര്യ അവതരിപ്പിക്കുവാൻ അവസരം തന്ന അന്നദാന പ്രഭുവായ തിരുവൈക്കത്തപ്പനോടും വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തോടുമുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സങ്കീർത്തന ഭജനമണ്ഡലി ഈ ഭജനാമൃതം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹിന്ദുമതത്തിന്റെ എക്കാലത്തെയും പരമഗുരുവായ ശ്രീ ആദിശങ്കരാചാര്യരുടെയും ശ്രീനാരായണ തീർത്ഥസ്വാമികളുടെയും ശൃംഗേരി മഠാധിപതിയായിരുന്ന ശ്രീ ചന്ദ്രശേഖര മഹാസ്വാമികളുടെയും കൃതികൾ ചിട്ടപ്പെടുത്തി മാലയിലെ മുത്തുകൾ എന്ന പോലെ കോർത്തിണക്കിക്കൊണ്ട് ഭക്തിയെ ഉദ്ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങളാണ് ഇന്നത്തെ ഭജനാമൃതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മഹാനുഭാവന്മാരായ എല്ലാ ഗുരുക്കന്മാരെയും സാദരം വന്ദിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ആദ്യമായി ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യ വിരചിതമായ ശ്രീ ഗണേശ പഞ്ചരത്നത്തോടുകൂടി ആരംഭിക്കുന്നു. ഈ കൃതി രാഗം നാട്ടയിൽ ആരംഭിച്ച് ഗൗള, ആരഭി, വരാളി, ശ്രീരാഗം എന്നിങ്ങനെ 5 രാഗങ്ങളിലായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ഈ ഗണേശ പഞ്ചരത്നം. അതാണ് ഇപ്പോൾ ആദ്യമായി വേദിയിൽ ആലപിക്കുന്നത്. ഭജനാമൃതം ആരംഭിക്കുന്നു.
മന്ദരായ ചന്ദനം ത്രിചന്ദനേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകനന്ദമേവ ചിന്തയാമി സന്തതം തമേകനന്ദമേവ ചിന്തയാമി സന്തതം ചിന്തയാമി സന്തതം ചിന്തയാമി സന്തതം കരുണാനിധി എന്നാരംഭിക്കുന്ന ശൃംഗേരി മഠാധിപതിയായിരുന്ന ശ്രീ ശ്രീ ചന്ദ്രശേഖര സ്വാമികളാൽ രചിക്കപ്പെട്ടതും ഹമീർ കല്യാണി രാഗത്തിൽ മിശ്രജാപ്പ താളത്തിൽ ശ്രീരാം കുമാർ അവർകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ആയ കൃതിയാണ്. ശാരദേ കരുണാനിധി എന്ന് ആരംഭിക്കുന്ന ഭജന.
ശ്രീരാംകുമാർ അവറുകളാൽ രചിക്കപ്പെട്ടതും അദ്ദേഹം തന്നെ സംഗീതം പകർന്നതുമായ ശ്രീ ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള രാഗമാലികയാണ്. മാണ്ട്, കാപ്പി, ദ്വിജാവന്തി, സാമന്തമലഹരി, ദേശ് എന്നീ രാഗങ്ങളിലാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. कमलाक्षा कलये त्वां कमलेशा कृष्णा कमलाक्षा कलये त्वां कमलेशा कृष्णा लीला प्रताप वृन्दमानस निवेशा कृष्णा लीला प्रताप वृन्दमानस निवेशा कृष्णा संरक्षका जय प्रेम भरित मृदुभाषा कृष्णा संरक्षका जय प्रेम भरित मृदुभाषा कृष्णिवंशवरभूषा वरदायक नरवरवे कृष्णिवंशवरभूषा वरदायक नरवरवे श्रीकृष्णा कमलाक्षा कलये त्वां कमलेशा माला वनमाला धरला सनर्तन विनोदा माला वनमाला धरला सनर्तन विनोदा वरमुखेयादि परिपाला करुणाल बाल जयशीला बाला वनमाला धरला सनर्तन विनोदा वरमुखेयादि परिपाला करुणाल बाल जयशीला हरिनीला
തരത്തിലുള്ള ഒരു ദേവീസ്തുതിയാണ്. അംബാ കൃപ എന്ന് ആരംഭിക്കുന്നു. അംബ കൃപ ഗുരുമയി തവ നാമ
കാവേരി രാഗത്തിൽ ജയവിജയന്മാർ പാടി അമരത്വം നൽകിയ ശങ്കരം ശിവശങ്കരം എന്ന് തുടങ്ങുന്ന ശ്രീ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനം. ശിവശങ്കരം വന്ദിതേ മമ മാനസേ പാലയാം ഭവ പാർവതീശ്വര രാമഭൂഷിതപാദം ശങ്കരം ശിവശങ്കരം വന്ദിതേ മമ മാനസേ പാലയാം ഭവ പാർവതീശ്വര രാമഭൂഷിതപാദം
ഗാനം ശ്രീ ശങ്കരാചാര്യ വിരചിതമായ പശുപതി അഷ്ടകം ആണ്. ദർബാരി കാനഡ രാഗത്തിൽ ശ്രീ മഹാദേവനെ പ്രപഞ്ച സൃഷ്ടികളെ പരിപാലിക്കുന്ന പശുപതി രൂപത്തിൽ സ്തുതിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ വിരചിതമായ പശുപതി അഷ്ടകമാണ് അടുത്തത്. पशुपदीं द्रुपदीं धरणीपदीं भुजगलोकपदीं जगदीपदीं पशुपदीं द्रुपदीं धरणीपदीं भुजगलोकपदीं जगदीपदीं प्रणतभक्तजनातिहरं परं भजदरे मनुजागिरिजावति प्रणतभक्तजनातिहरं परं भजदरे मनुजागिरिजावति पशुपदीं द्रुपदीं धरणीपदीं भुजगलोकपदीं जगदीपदीं न जनको जननी न जसोदरो न तनयो न च भूरिबलं कुलं न जनको जननी न जसोदरो न तनयो न च भूरिबलं कुलम् अवधि कोविदकालवशं गतं भजदरे मनुजागिरिजावति मधुरवन्दमनादविशारदं प्रमदभूतगणैरभिसेवितं भजदरे मनुजागिरिजावति पशुपदीं द्रुपदीं धरणीपदीं भुजगलोकपदीं जगदीपदीं शरणदं सुखदं शरणान्वितं शिव शिवेति शिवेति नुदं नृणां शरणदं सुखदं शरणान्वितं शिव शिवेति शिवेति नुदं नृणाम् अभयदं करुणावरुणालयं भजदरे मनुजागिरिजावति नरशिरोरचितं मणिकुण्डलं भुजगहारं वृषभध्वजं शिशिरजोधपरीकृतविग्रहं भजदरे मनुजागिरिजावति पशुपदीं द्रुपदीं धरणीपदीं भुजगलोकपदीं जगदीपदीं मधविनाशकरं शशिशेखरं शततमध्वरभागिफलप्रदं मधविनाशकरं शशिशेखरं शततमध्वरभागिफलप्रदं प्रलयदग्धसुरासुरमानुषं भजदरे मनुजागिरिजावति पदमवास्य चिरं प्रति संस्थितं मरणजन्मजराभयसेवितं जगदुद्देश्य समीपभयाकुलं भजदरे मनुजागिरिजावति पशुपदीं द्रुपदीं धरणीपदीं भुजगलोकपदीं जगदीपदीं हरिविरिञ्जसुराधिपपूजितं यमजलेश धनेश नमस्कृतं हरिविरिञ्जसुराधिपपूजितं यमजलेश धनेश नमस्कृतं त्रिनयनं भुवनलोकनं
ട്രഡീഷണലായിട്ടുള്ളതും ക്ലാസിക്കലായിട്ടുള്ളതായ ഭജൻസ് നമ്മൾക്കിവിടെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തന ഭജന മണ്ഡലി വൈക്കം. അടുത്തത് കൃഷ്ണം കലയ സഖി എന്ന് തുടങ്ങുന്ന ഗീതമാണ്. ശ്രീനാരായണ തീർത്ഥസ്വാമികളാൽ രചിക്കപ്പെട്ട മുഖാരി രാഗത്തിലുള്ള കൃതിയാണിത്. കൃഷ്ണം കലയ സഖി. കലയ സഖി സുന്ദരം ബാലകൃഷ്ണം കലയ സഖി സുന്ദരം ബാലകൃഷ്ണം കലയ സഖി സുന്ദരം കൃഷ്ണം ഗദവിഷയ കൃഷ്ണം ജഗത്പ്രഭ വിഷ്ണും സുരരിഗണ വിഷ്ണും സദാ ബാലകൃഷ്ണം ഗദവിഷയ കൃഷ്ണം ജഗത്പ്രഭ വിഷ്ണും സുരരിഗണ വിഷ്ണും സദാ ബാലകൃഷ്ണം കലയ സഖി സുന്ദരം നൃത്യന്ത വിഹമോ അത്യന്ത പരിമിത നൃത്യാനുകൂലം അഖില സത്യം സദാ ബാല നൃത്യന്ത വിഹമോ അത്യന്ത പരിമിത നൃത്യാനുകൂലം അഖില സത്യം സദാ ബാലകൃഷ്ണം കലയ സഖി സുന്ദരം ധീരം ഭവജലധിസാരം സകല വേദധാരം സമസ്ത യോഗിധാരം സദാ ബാലധീരം ഭവജലധിസാരം സകല വേദധാരം സമസ്ത യോഗിധാരം സദാ ബാലകൃഷ്ണം കലയ സഖി സുന്ദരം ശൃംഗാരരസഭര സംഗീത സാഹിത്യ ഗംഗാ ലഹരി കേള സംഗം സദാ ബാല ശൃംഗാരരസഭര സംഗീത സാഹിത്യ ഗംഗാ ലഹരി കേള സംഗം സദാ ബാലകൃഷ്ണം കലയ സഖി സുന്ദരം ബാലകൃഷ്ണം കലയ സഖി സുന്ദരം ബാലകൃഷ്ണം കലയ സഖി സുന്ദരം ഭജനാമൃതത്തിൽ അടുത്തതായിട്ട് ശങ്കരാഭരണത്തിലുള്ള ശ്രീ മഹാദേവ സ്തുതി ശങ്കര ശിവശിവ എന്ന് ആരംഭിക്കുന്നു. ശങ്കര ശിവശിവ എന്ന മഹാദേവ സ്തുതിയാണ് അടുത്തത്. ശങ്കര ശിവ ശിവ ഗംഗാധര
शिव शम्भो शम्भो शङ्कर 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 शिव शम्भो शिव शम्भो शम्भो शङ्कर 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 शिव शम्भो ശരിക്കും വയ്യാക്ര പുരവാസനെ കുറിച്ചുകൊണ്ടുള്ള വൈക്കത്തപ്പനെ കുറിച്ചുകൊണ്ടുള്ള ഒരു ഭജൻസ് തന്നെയായിരുന്നു ഇത്. വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചു ശങ്കരാഭരണ രാഗത്തില്. അടുത്തതായിട്ട് ശുദ്ധ സാവേരി രാഗത്തിലുള്ള ശ്രീരാമസ്തുതി, ജയ ജയ ശ്രീരാമ എന്ന് തുടങ്ങുന്ന ശുദ്ധ സാവേരി രാഗത്തിലുള്ള ശ്രീരാമസ്തുതിയാണ് അടുത്തതായിട്ട് ആലപിക്കുന്നത്. जय जय श्रीराम रघुपरा शुभकर श्रीराम जय जय श्रीराम रघुपरा शुभकर श्रीराम वीरज दल नयना श्रीराम वीरज दल नयना श्रीराम वीरज दल नयना श्रीराम जय जय श्रीराम रघुपरा शुभकर श्रीराम जय जय श्रीराम रघुपरा शुभकर श्रीराम तारक राम दशरथ राम तारक राम दशरथ राम धनुजाभिराम पट्टाभिराम धनुजाभिराम पट्टाभिराम
രാമ രഘുകുല ജലനിധി സോമ രാമ രഘുകുല ജലനിധി സോമ രാമ രഘുകുല ജലനിധി സോമ ഗോവിന്ദ രാമ രാമ രഘുകുല ജലനിധി സോമ ഗോവിന്ദ രാമ കാമിതദായക കരുണാധാമ കാമിതദായക കരുണാധാമ ഗോവള നീരജ കൗസല്യ രാമ ഗോവള നീരജ കൗസല്യ രാമ ജയ ജയ ശ്രീരാമ രഘുവര ശുഭകര ശ്രീരാമ ജയ ജയ ശ്രീരാമ രഘുവര ശുഭകര ശ്രീരാമ നീരജ ദളനയനാ ശ്രീരാമ നീരജ ദളനയനാ ശ്രീരാമ ജയ ജയ ശ്രീരാമ രഘുവര ശുഭകര ശ്രീരാമ ജയ ജയ ശ്രീരാമ രഘുവര ശുഭകര ശ്രീരാമ ശുഭകര ശ്രീരാമ ശുഭകര ശ്രീരാമ വളരെയധികം ഭക്തി നിർഭരമായ ഈ ശ്രീരാമ സ്തുതിക്ക് ശേഷം അടുത്തതായിട്ട് പതഞ്ജലി മഹർഷിയാൽ രചിക്കപ്പെട്ട നടരാജ അഷ്ടകമാണ്. രാഗമാലികയിൽ വളരെ മനോഹരമായി ചടുലതയോടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഇത് പാടിയിരിക്കുന്നതും ശൃംഗേരി സഹോദരിമാരാണ്. പതഞ്ജലി മഹർഷിയാൽ രചിക്കപ്പെട്ട നടരാജ അഷ്ടകമാണ് അടുത്തതായിട്ട് വേദിയിൽ ആലപിക്കുന്നത്. ജര ജന്മ
മനോഹരമായ നടരാജ അഷ്ടകത്തിന് ശേഷം അടുത്ത ഗാനം ചക്രവാകരാഗത്തിൽ നമസ്തേ നമസ്തേ എന്നാരംഭിക്കുന്ന ആഞ്ജനേയ സ്തുതി. നമസ്തേ നമസ്തേ എന്നാരംഭിക്കുന്ന ആഞ്ജനേയ സ്തുതിയാണ് അടുത്തത്. शिवरुद्रमूर्ते नमस्ते नमस्ते अजय प्रकीर्ते नमस्ते नमस्ते श्रीरास्य रामं नमस्ते नमस्ते श्रीराञ्जनेयं नमस्ते नमस्ते शिवरुद्रमूर्ते नमस्ते नमस्ते अजय प्रकीर्ते नमस्ते नमस्ते श्रीरास्य रामं नमस्ते नमस्ते श्रीराञ्जनेयं एकान्तचिन्तामणप्रभावं पवित्रप्रकाशं तव मेषपुत्रं नित्यार्षदं सूर्यशिष्यप्रदानं ध्याये सदा भक्त श्रीराञ्जनेयम् एकान्तचिन्तामणप्रभावं पवित्रप्रकाशं तव मेषपुत्रं नित्यार्षदं सूर्यशिष्यप्रदानं ध्याये सदा भक्त श्रीराञ्जनेयम् एकान्तचिन्तामणप्रभावम् रामं सुधारसनामं सुकीर्तिं रामं सदा भक्तचित्तं मनोज्ञं रामं सुधारसनामं सुकीर्तिं रामं सदा भक्तचित्तं मनोज्ञं वेदो सुरोवर ज्ञानप्रसूनं मन्मानसं भजे श्रीराञ्जनेयं वेदो सुरोवर ज्ञानप्रसूनं मन्मानसं भजे श्रीराञ्जनेयम् एकान्तचिन्तामणप्रभावं पवित्रप्रकाशं तव मेषपुत्रम् सप्तसमुद्रादितीरप्रगम्भं नित्यभाग्यं रामसुस्वान्दमन्त्रं सप्तसमुद्रादितीरप्रगम्भं नित्यभाग्यं रामसुस्वान्दमन्त्रं मृत्युञ्जयो वार्य रामस्य दूतं नित्यं भजे भक्त श्रीराञ्जनेयम् मृत्युञ्जयो वार्य रामस्य दूतं नित्यं भजे भक्त श्रीराञ्जनेयम् एकान्तचिन्तामणप्रभावं पवित्रप्रकाशं तव मेषपुत्रं नित्याक्षरं सूर्यशिष्यप्रदानं ध्याये सदा भक्त श्रीराञ्जनेयं नमस्ते नमस्ते शिवरुद्रमूर्ते नमस्ते नमस्ते अजय प्रकीर्ते नमस्ते नमस्ते श्रीदास्य रामं नमस्ते नमस्ते श्रीराञ्जनेयं नमस्ते नमस्ते शिवरुद्रमूर्ते नमस्ते नमस्ते अजय प्रकीर्ते नमस्ते नमस्ते श्रीदास्य रामं नमस्ते नमस्ते श्रीराञ्जनेयं श्रीराञ्जनेयं श्रीराञ्जनेयम्
മനോഹരമായ ഈ ആഞ്ജനേയ സ്തുതിക്ക് ശേഷം അടുത്തതായിട്ട് സ്വാതി തിരുനാൾ മഹാരാജാവ് ഹിന്ദുസ്ഥാനി ഭാഷയിൽ എഴുതി ചിട്ടപ്പെടുത്തിയ സീസഗംഗ എന്ന കൃതിയാണ്. ശ്രീ മഹാദേവനെയും അർദ്ധാംഗിനിയായ ശ്രീ പാർവതി ദേവിയെയും മഹാദേവന്റെ ജടയിൽ വിരാജിക്കുന്ന ഗംഗാദേവിയെയും സ്തുതിച്ചുകൊണ്ടുള്ള കൃതിയാണ് അടുത്തത്. सगंग भस्मांग
മനോഹരമായിരുന്ന ഈ ഒരു സ്തുതിക്ക് ശേഷം അടുത്തത് പ്രസിദ്ധമായ ഒരു സുബ്രഹ്മണ്യ സ്തുതി. ശൈവഭക്തനായ ശ്രീ അരുണാഗിരിനാഥൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രകീർത്തിച്ച് രചിതമായ മുത്തൈ തരു എന്നാരംഭിക്കുന്ന അനശ്വരമായ തിരുപ്പുകൾ. ഒരു സുബ്രഹ്മണ്യ സ്തുതിയാണ് അടുത്തത്. നമസ്തേ. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീ ഗോവിന്ദ ഭഗവത് പാദർ ചോദിച്ച "നീ ആര്" എന്ന ചോദ്യത്തിന് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ നൽകിയ മറുപടിയാണ് നിർവാണ അഷ്ടകം എന്ന 6 ഖണ്ഡികകളുള്ള ശ്ലോകം. സർവം ശിവമയം എന്ന പ്രപഞ്ച സത്യത്തെ 18 വരികളിലായി സംഗ്രഹിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഈ ശ്ലോകത്തിലൂടെ ആ ശിവമയ തത്വം നമ്മൾ ഓരോരുത്തരിലേക്കും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു നിർവാണ അഷ്ടകം.
സങ്കീർത്തന ഭജന മണ്ഡലിയിലെ ഓരോരുത്തരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഇവിടെ പങ്കുവയ്ക്കുന്നു. ഒപ്പം വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ശബ്ദത്തെ വളരെ മാധുര്യമാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ച ജിബിൻ സൗണ്ട്സിന് ഞങ്ങളുടെ പ്രത്യേക നന്ദി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ പാട്ടുകൾക്ക് വളരെ മനോഹരമായി വിവരണം നൽകി വിവരിച്ച ശ്രീ ഗിരീഷ് വർമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി. ഈ മാസത്തെ തിരുവാതിര നാൾ വളരെയധികം ധന്യമാക്കി നമ്മളുടെ ഈ സംഗീത കലാമണ്ഡപത്തെ വളരെയധികം ധന്യമാക്കിയ സങ്കീർത്തന ഭജന മണ്ഡലിക്ക് വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ ചിട്ടയായ രീതിയിലുള്ള ഒരു ആലാപനവും മനോഹരമായ കൃതികളുടെ സെലക്ഷനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാം വളരെ ക്ലാസിക്കലായിട്ടുള്ള ഭജൻസ് ആയിരുന്നു. അതുതന്നെ വളരെയധികം ശ്രവ്യസുഖവും ഉണ്ടായിരുന്നു. ആൾക്കാർ കുറവാണ്, സാരമില്ല. വൈക്കത്തപ്പൻ സാമഗാനലോലനായ വൈക്കത്തപ്പൻ അകത്ത് ഇരുന്ന് എല്ലാം ശ്രവിക്കുന്നുണ്ട്. എല്ലാവരെയും അങ്ങേയറ്റം അദ്ദേഹം അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇനിയും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഭജനമണ്ഡലിയിൽ പങ്കെടുത്ത കലാകാരികൾ എല്ലാവരും നമുക്ക് സുപരിചിതരാണ്. അനുരാധ, ഗിരിജ കമ്മത്ത്, ഉഷാരാജൻ, ഗീതാകുമാരി, സുധ, സരോജം, ബീന ഉണ്ണി, ആശ, ഗീതാ സുഭാഷ്, ശ്രീദേവി എന്നിവർ ചേർന്ന് ഇതിന് വളരെ മനോഹരമായ പക്കമേളമൊരുക്കിയ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ബ്രിട്ടോ മാസ്റ്റർ, അതുപോലെ തന്നെ മൃദംഗം വായിച്ച വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിൻ്റെ അനുഗ്രഹീത കലാകാരനും സംഗീത സേവാ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയുമായ ശ്രീ വൈക്കം ഷൈൻകുമാർ എന്നിവർക്കും വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിൻ്റെ വൈക്കത്തപ്പൻ്റെ ഒരു പ്രസാദം നൽകുന്നതിനായി സംഗീത സേവാ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുബിൻ എം നായരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സങ്കീർത്തന ഭജന മണ്ഡലിക്ക് വളരെയധികം നല്ല രീതിയിൽ സൗണ്ട് നമുക്ക് നൽകിയ ജിബിൻ സൗണ്ട്സിലെ അപ്പു
ബിജുവിനും പ്രസാദം നൽകുന്നു.